ശുചിത്വ മിഷൻ കൈമലർത്തിയതോടെ ആധുനിക നിലവാരത്തിലുള്ള ശ്മശാന നിർമ്മാണം ഉപേക്ഷിച്ച് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത്. പകരം 35 ലക്ഷം രൂപയുടെ സാധാരണ രീതിയിലുള്ള സംവിധാനം നിർമ്മിക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കി. DPCയുടെ അംഗീകാരം ലഭിച്ചാൽ ഉടൻ നിർമ്മാണം തുടങ്ങാനാകുമെന്ന് അധികൃതർ അറിയിച്ചു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങളായി ഉയരുന്ന ആവശ്യമാണ് ആധുനിക നിലവാരത്തിലുള്ള പൊതു ശ്മശാനം നിർമ്മിക്കുക എന്നത്. ഇതിനായി ഗ്രാമപഞ്ചായത്ത് 1 കോടിയോളം രൂപയുടെ പദ്ധതി സമർപ്പിച്ചിരുന്നു. ശുചിത്വ മിഷന്റെ ഫണ്ട് പ്രതീക്ഷിച്ച് 2023-24 വർഷത്തിൽ 75 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച 50 സെന്റ് സ്ഥലവും വാങ്ങി. എന്നാൽ ഫണ്ടില്ലെന്നുള്ള കാരണത്താൽ ശുചിത്വ മിഷൻ പദ്ധതി തള്ളിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 35 ലക്ഷം രൂപയുടെ സാധാരണ രീതിയിലുള്ള ശ്മശാനം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞു. DPCയുടെ അംഗീകാരം ലഭിച്ചാൽ ഉടൻ തന്നെ ശ്മശാനത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ പറഞ്ഞു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ഈ വർഷം നമ്മുടെ ഒരുപാട് നാളത്തെ ഇവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ പോലുള്ള ഒരുപാട് നിയമങ്ങൾ കൊണ്ട് നമുക്ക് ഇവിടെ ക്രിമിറ്റോറിയം ഇല്ലാത്തതിനാൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു. അതിൽ നമ്മൾ ഇവിടെ നമ്മുടെ ടൗണിൻ്റെ അടുത്ത് തന്നെ സ്ഥലം വാങ്ങിക്കുകയും അതിന് വേണ്ടതായിട്ടുള്ള ക്രിമിറ്റോറിയം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് 35 ലക്ഷം രൂപ മാറ്റിവെച്ചിരുന്നു. എന്നാൽ നമ്മുടെ ശുചിത്വ മിഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ വർഷം നമുക്ക് ക്രിമിറ്റോറിയം നിർമ്മാണത്തിന് ഫണ്ട് ലഭ്യമല്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിൽ നിലവിൽ ഇപ്പോൾ വെച്ചിരിക്കുന്ന 35 ലക്ഷം രൂപ കൊണ്ട് നിലവിൽ നമുക്ക് അതിൻ്റെ ഫൗണ്ടേഷൻ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പം ബാക്കി 35 ലക്ഷം രൂപ കൊണ്ട് അവിടെ ഒരു 25 സെല്ലുകളും അതുപോലെ തന്നെ ഹിന്ദു മതചാര പ്രകാരം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 2 സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ അവിടെ ഒരു ഹാള്, നമുക്ക് ഏത് മത ആചാരപ്രകാരമാണെങ്കിലും അവിടുത്തെ കർമ്മങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാള്, അതുപോലെ തന്നെ ഫെൻസിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് 35 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. നമുക്ക് വളരെ അടിയന്തരമായിട്ട് നിർമ്മിക്കാനും നമുക്ക് ഉപ്പുതറയിലെ ഒരു പൊതുവായ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുമാണ് നമ്മുടെ ഭരണസമിതി ലക്ഷ്യമിക്കുന്നത്. മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മൊബൈൽ യന്ത്രങ്ങളും ആചാരപ്രകാരമുള്ള കർമ്മങ്ങളും പ്രാർത്ഥനകളും നടത്തുന്നതിനുമായുള്ള സൗകര്യവും ശ്മശാനത്തിൽ ഒരുക്കും. പഞ്ചായത്തിൽ പൊതു ശ്മശാനം ഇല്ലാതിരുന്നത് പലപ്പോഴും പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു.